രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ അറസ്റ്റിൽ സംസ്ഥാനത്തുടനീളം പ്രതിഷേധം ശക്തമാവുകയാണ്. കേരള പോലീസ് കാണിച്ചത് ധാർഷ്ട്യവും ധിക്കാരപരവും മനുഷ്യത്വരഹിതവുമാണെന്ന് പറയുമ്പോഴും ഒരു മനുഷ്യനെ, അതും പ്രതിഷേധിച്ചു എന്ന കുറ്റത്തിൽ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു മനുഷ്യനെ അയാളുടെ വീട്ടിലേക്ക് ഒരു പോലീസ് പട തന്നെ ഇരച്ചു കയറിച്ചെന്നാണ് അറസ്റ്റ് ചെയ്യുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ രാവിലെ വീട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്ത പോലീസിന്റെ കിരാത നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഷാഫി പറമ്പിൽ MLA. കേസിൽ രണ്ടാം പ്രതിയാണ് ഷാഫി പറമ്പിൽ. എന്നിട്ടും തന്നെ അറസ്റ്റ് ചെയ്യാതെ എന്തിനാണ് രാഹുലിനെ മാത്രം പോലീസ് തിരഞ്ഞെടുത്തത് എന്ന് ഷാഫി ചോദിക്കുന്നു. കേസിൽ ഒന്നാം പ്രതി പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. 6 വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നവന് രക്ഷപ്പെടാൻ വഴിയൊരുക്കിയ അതേ പോലീസും പാർട്ടിയും സർക്കാരുമാണ് മറുഭാഗത്ത് ഭരണകൂട ഭീകരതയുടെ വക്താക്കളാകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. നവഗുണ്ടാ സദസ്സിനെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരങ്ങളുടെ അസ്വസ്ഥത പിണറായി വിജയന് മാറിയിട്ടില്ലെന്നും ആർഷോ മോഡൽ പോലീസിന്റെ ഓമനിക്കൽ പ്രതീക്ഷിച്ച് സമരത്തിനിറങ്ങിയവരല്ല യൂത്ത് കോൺഗ്രസ് എന്നും സർക്കാരിനും പോലീസിനും നേരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ MLAയും പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത് പോലീസിന്റെ ബോധപൂർവമായ പ്രകോപനമാണെന്ന് ഷാഫി പറമ്പിൽ വ്യക്തമാക്കി. പിണറായി വിജയന്റെ നേരിട്ടുള്ള നിർദ്ദേശമാണ് ഇക്കാര്യത്തിലുണ്ടായതെന്ന് വ്യക്തം. പോലീസ് തന്നെ രാഹുലിന്റെ അമ്മയോടുൾപ്പെടെ പറയുന്നുണ്ട്, മുകളിൽ നിന്നുള്ള സമ്മർദ്ദം മൂലമാണ് ഇങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നതെന്ന്. നവഗുണ്ടാ സദസ്സിനെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരങ്ങളുടെ അസ്വസ്ഥത പിണറായി വിജയന് മാറിയിട്ടില്ല. രാഹുൽ കൊലപാതക കേസിലെ പ്രതിയല്ല, തീവ്രവാദിയല്ല, ഒരു തരത്തിലുമുള്ള രാജ്യദ്രോഹ കുറ്റവും നടത്തിയ ആളല്ല. വീടിന്റെ അകത്തു കടന്ന് കിടപ്പുമുറിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ടുവരാൻ മാത്രം എന്തു കുറ്റമാണ് ചെയ്തത്? ആർഷോ മോഡൽ പോലീസിന്റെ ഓമനിക്കൽ പ്രതീക്ഷിച്ച് സമരത്തിനിറങ്ങിയവരല്ല. വാ മോനെ ആർഷോ എന്ന് വിളിക്കുന്ന പോലീസിന്റെ മുഖം കാണണ്ടേ എന്നും ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർത്തു. രാഹുൽ തീവ്രവാദി എന്ന പോലെയായിരുന്നു പോലീസിന്റെ പെരുമാറ്റമെന്നും ഇതിനെതിരെ എന്തു നടപടി സ്വീകരിക്കണമെന്ന് രാഹുൽ വന്നിട്ട് തീരുമാനിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ അമ്മ പറഞ്ഞു. പോലീസിന്റെ രീതി രാഹുൽ എന്തോ ഭീകരവാദിയാണെന്ന പോലെയായിരുന്നു. കാര്യം പറയാൻ പറഞ്ഞപ്പോൾ രാഷ്ട്രീയമല്ലേ എന്നായിരുന്നു മറുപടി. രാഹുൽ ആരെയും കൊന്നിട്ട് ഒളിവിലിരിക്കുന്ന ആളല്ലല്ലോ. ഇവർക്ക് പിടിക്കാനായിരുന്നെങ്കിൽ ഇന്നലെ കൊല്ലത്ത് നിന്ന് തന്നെ പിടിക്കാമായിരുന്നല്ലോ. വീട് വളഞ്ഞു കൊണ്ടുപോകേണ്ട കുറ്റം രാഹുൽ ചെയ്തിട്ടില്ല. കന്റോൺമെന്റ് പോലീസിന്റെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലാണ് രാഹുൽ ഒരാഴ്ച കിടന്നത്. അവിടെ ചെന്നെടുത്തോണ്ട് പൊക്കൂടായിരുന്നു. ഇതിനെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് രാഹുൽ വന്നിട്ട് തീരുമാനിക്കും. 5:30 തൊട്ട് ജനലിലും വാതിലിലും തട്ടുന്നുണ്ട്. കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചവരെ പിടിക്കാൻ ഈ ശുഷ്കാന്തിയൊന്നും പോലീസ് കാണിക്കുന്നില്ലല്ലോ എന്നും രാഹുലിന്റെ അമ്മ പറഞ്ഞു. പ്രതിഷേധിക്കുന്നവർക്കെതിരെ എന്തും ചെയ്യാമെന്ന നിലപാടാണ് സർക്കാരിനെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. പുലർച്ചെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യേണ്ട എന്തടിയന്തര സാഹചര്യമാണ് അവിടെ ഉണ്ടായത്? ഇതാണോ പ്രതിഷേധിക്കുന്നവർക്കു നേരെ സർക്കാർ എടുക്കുന്ന നടപടി? ഇത് ജനാധിപത്യത്തിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യമല്ലേ? പിണറായി വിജയനെതിരെ സംസാരിച്ചാൽ, സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചാൽ, കരിങ്കൊടി കാണിച്ചാൽ എന്തും ചെയ്യാമെന്നുള്ള ധിക്കാരം കേരള പോലീസിനുണ്ടായിരിക്കുകയാണ്. ഈ കേസിൽ ഒന്നാം പ്രതി പ്രതിപക്ഷ നേതാവാണ്. അറസ്റ്റ് പ്രതിപക്ഷ നേതാവിന് കൂടിയുള്ള മുന്നറിയിപ്പാണ്. പ്രതിപക്ഷ സ്വരങ്ങൾ അനുവദിക്കില്ലെന്ന പിണറായി സർക്കാരിന്റെ ധിക്കാരത്തിന്റെ ഫലമാണ് അറസ്റ്റ്. നവകേരള സദസ്സിനു നേരെ നടന്ന പ്രതിഷേധങ്ങളെ പോലീസും CPM-ഉം കായികമായി നേരിട്ടതിനെതിരെ ഡിസംബർ 20-ന് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയിരുന്നു. ഇത് സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തു. ഈ സംഭവത്തിൽ പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെ പ്രതി ചേർത്ത പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും കോൺഗ്രസ് പ്രവർത്തകർക്കുമെതിരെ കേസെടുത്തിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.